സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞതുപോലെ ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, ഹൂറുൽ ഐങ്ങളെ അതിനു മുമ്പ് മനുഷ്യരോ ജിന്നുകളോ സ്പർശിച്ചിട്ടില്ല. അപ്പോൾ സ്വർഗ്ഗലോകത്തേക്ക് മാത്രം അള്ളാഹു സൃഷ്ടിച്ചവരാകുന്നു അവർ എന്ന് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അവരുടെ മറ്റൊരു സവിശേഷതയാണ് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരു പ്രത്യേക സൃഷ്ടിപ്പ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അതിന്റെ ഭംഗിയും മനോഹാരിതയും ഒക്കെ നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. നമുക്ക് ചിലതിലേക്കെല്ലാം നമ്മുടെ മനസ്സ് എത്താൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നത്. അവരിൽ ഒരാൾ എത്തി നോക്കിയാൽ ആകാശഭൂമികൾ പ്രകാശം കൊണ്ട് നിറയും, സുഗന്ധം കൊണ്ട് നിറയും. 72 വസ്ത്രങ്ങൾക്ക് പുറത്തേക്ക് തന്നെ അവരുടെ കണങ്കാലിന്റെ ഉള്ളിലുള്ള മജ്ജയുടെ തെളിച്ചവും അതിന്റെ ഒരു പ്രകാശവും പുറത്തേക്ക് വരും. അവരുടെ ഒരു ഹിമാറിന്റെ മൂല്യം തന്നെ ഈ ദുനിയാവിലുള്ള വിഭവങ്ങളെക്കാളെല്ലാം ശ്രേഷ്ഠമാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ മനസ്സ് അവിടേക്ക് ചെല്ലുവാൻ വേണ്ടിയാണ്. പക്ഷേ അത് പൂർണ്ണമായ ഉൾക്കൊള്ളലല്ല. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സും സങ്കല്പിക്കാത്ത അത്രയുമാണ്. അതുകൊണ്ട് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅൻ, ഒരു പ്രത്യേകതരം സൃഷ്ടിപ്പാണ് അല്ലാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഫജഅൽനാഹുന്ന അബ്കാറ, അവർ ബിക്റുകളായിരിക്കും, അഥവാ സദാ കന്യകകളായിരിക്കും. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും കന്യകാത്വം വീണ്ടും തിരിച്ചു കിട്ടും. അപ്പോൾ സദാസമയവും കന്യകകളുടെ അവസ്ഥ അല്ലാഹു നിലനിർത്തും അവരിൽ. അതേപോലെ തന്നെ ഉറുബൻ അത്റാബ, അവർ അത്രാബുകളായിരിക്കും, അഥവാ സമപ്രായക്കാരായിരിക്കും. ഉറുബൻ എന്ന് പറഞ്ഞാൽ സ്നേഹവതികളായിരിക്കും. ഉറുബൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്നേഹമുള്ളവരായിരിക്കും അവർ. അതേപോലെ തന്നെ അത്രാബുകളായിരിക്കും.